നളനാസിന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ നാടകത്തിന് ശേഷമാണ് സിനിമയിലേക്ക് സജീവമായി ഞാൻ എത്തപ്പെട്ടത്. അതിനുശേഷം മോശമല്ലാത്ത സിനിമകൾ ഇങ്ങനെ വൺ ബൈ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. സിനിമകൾ സജീവമായപ്പോൾ പല സ്ഥലങ്ങളിലും നാടകോത്സവം ഉദ്ഘാടനം ചെയ്യാനും നാടക പ്രവർത്തനങ്ങൾ കാണാനൊക്കെ ആയിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചപ്പോൾ ഈ ഗ്രീൻ റൂമിൽ ഇരുന്ന് മേക്കപ്പ് ചെയ്യുന്ന കാണുമ്പോൾ വല്ലാത്ത കുളിര് പോയി. എനിക്കിത് പറ്റുന്നില്ലല്ലോ. സിനിമയിൽ നമ്മൾ ഇരുന്ന് കൊടുത്താൽ മതി, നിക്കറ് മാത്രം ഇട്ടുകൊണ്ട് ചെന്നാൽ മതി, വേറെ ഒരു കാര്യമുണ്ട്, ബാക്കി എല്ലാവരും തരും. സിനിമയിൽ അങ്ങനെയാണ്, നമ്മൾ ഇരുന്ന് കൊടുത്താൽ മതി. ലേസ് കെട്ടിത്തരും, മുടി ചെയ്തിത്തരും, എല്ലാം ചെയ്തു തരും. പക്ഷെ അതല്ല നമ്മുടെ സുഖം. നമ്മുടെ സുഖം നാടകം കണ്ണാടി വെച്ച് സ്വയമേ മേക്കപ്പ് ചെയ്ത് പ്രേക്ഷകരുടെ മുന്നിൽ വന്നതിനേക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. ഇപ്പോൾ ഗ്രീൻ റൂമുകളിലൊക്കെ ഇങ്ങനെ ചെന്ന് എല്ലാവരും പഴയ പരിചയക്കാരെയൊക്കെ കണ്ടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിലൊരു ആന്തല്, നാടകം കളിക്കാൻ പറ്റുന്നില്ലല്ലോ. നാടകമായിരുന്നു അന്നും ഇന്നും എന്നും എനിക്കിഷ്ടമുള്ള മേഖല. സിനിമ കുറച്ച് നാടകത്തെക്കാട്ടെ കുറച്ചുകൂടി പ്രശസ്തി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികപരമായ ചില ചെറിയ നേട്ടങ്ങൾ തന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള പരമാർത്ഥമാണെങ്കിൽ കൂടി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ജോബ് മഠത്തിൽ, നമ്മുടെ ഈ നാടകത്തിന്റെ ഡയറക്ടർ, മാടൻമോക്ഷം നാടകത്തിന്റെ ഡയറക്ടർ ജോബിനോട് ഒരു കക്കുകളി എന്ന് പറയുന്ന വലിയ വിവാദമൊക്കെ ഉയർത്തിയ ഒരു നാടകം ചെയ്തു നിൽക്കുന്ന സമയമാണ്. ഞാൻ പറഞ്ഞു എനിക്ക് നാടകം അഭിനയിക്കണം താല്പര്യമുണ്ട്, എന്നെക്കൂടെ എടുക്കുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു ചുമ്മാ ഇരുന്നോട്ടെ, വേറെ വല്ല പണി നോക്കാം, നിങ്ങൾ നാടകത്തിലേക്ക് അവിടെ ചുമ്മാ പറഞ്ഞില്ല, കാര്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് നാടകം കളിക്കണം. നാടകം കളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആവേശം ഈ നാടകം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണെന്നുള്ളത്. അങ്ങനെ പറഞ്ഞു. പക്ഷേ ഞാനത് കാര്യമായി തന്നെയാണ് പറഞ്ഞത്. അവരതത്ര കാര്യമായി ആദ്യം എടുത്തില്ലെങ്കിൽ കൂടി കുറച്ച് കഴിഞ്ഞ് എന്നെ മാടൻമോക്ഷം എന്ന് പറയുന്ന ഒരു നോവൽ കൊണ്ട് എൻ്റെ തന്നിട്ട് പറഞ്ഞു ഒന്ന് വായിക്കാൻ പറഞ്ഞു. വായനയുടെ അവസാനം എന്നോട് പറഞ്ഞു ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ രണ്ടുപേരാണ്, അതിലൊന്ന് പ്രമോദിയേട്ടൻ ചെയ്യണം എന്ന് പറയുകയും രണ്ട് നാടകങ്ങൾ കളിക്കാൻ വേണ്ടി, 2 നാടകം എന്ന് പറയുന്ന സംസ്ഥാന അമേച്ചർ നാടക മത്സരത്തിലെ സെലക്ഷന് വേണ്ടി പ്രകാശ് കലാകേന്ദ്രത്തിൽ ഒരു പ്ലേ, ആ പ്ലേയിൽ നാടകത്തിന് സെലക്ഷൻ കിട്ടിയെങ്കിൽ മാത്രം സംസ്ഥാന മത്സരത്തിലേക്ക് കളിക്കുന്ന, അങ്ങനെ 2 പ്ലേക്ക് വേണ്ടി വന്ന ഞാൻ ഇപ്പൊ 43 നാടകം തളരാൻ ഈ ഇപ്പൊ കളിക്കുന്ന മാടൻമോക്ഷം, ഇനി ഒരു 20-28 നാടകം